ഇത് നമ്മുടെ നാട്ടിലെ കണിക്കൊന്നയാണ് കേട്ടോ. നമുക്ക് 2-3 തവണ പൂവുണ്ട്. ഇത് കണ്ടോ നിറച്ച് മുട്ടുമൊക്കെ ഉണ്ട്. ഇത് ഞാവലിൻ്റെ ഉരുണ്ട വെറൈറ്റി. ഞാവൽ 2 വെറൈറ്റി ഉണ്ട്. അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഞാവൽപ്പഴം എന്ന് കേട്ടിട്ടുണ്ട്. ആണോ? ഇപ്പം പറിച്ചു തരാം. തീർന്നില്ലെന്ന് തോന്നുന്നു. ഇത് വെറുതെ നിലത്ത് വീണ് പോവുക. നമ്മളാരും അതങ്ങനെ ഇത് കമ്പൊടിഞ്ഞു പോകുന്നുണ്ടോ? അതിൻ്റെ വെയിറ്റും കൊണ്ട്, ഫ്രൂട്ടിൻ്റെ വെയിറ്റും കൊണ്ടാണ് ഒടിഞ്ഞു പോകുന്നത്. അതുകൊണ്ടോ ഇഷ്ടം പോലെ കായ. ഇതാണ് ശരിക്കും ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇതിനകത്ത് എന്ത് വളമൊക്കെ എന്താ ശരിക്കും ഇട്ട് കൊടുക്കുമ്പോൾ? സീക്രട്ട് ആണല്ലേ? നത്തിങ്, ഒന്നുമില്ല, മുഴുവൻ മൾച്ചിങ്ങാ. നിങ്ങൾക്കറിയാവോ ഈ മരം ഇങ്ങനെ പച്ചച്ച് നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന്? വളമിടാത്തത് കൊണ്ടാണ്. കാരണം ഈ നമ്മൾ വളങ്ങളിടുകയും പിന്നെ കെമിക്കലുകൾ അടിക്കുകയും പിന്നെ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ട്രീയെ ഷോക്ക് ചെയ്യും. ട്രീയെ ഷോക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? ദേ ലൂസ് ദ കപ്പാസിറ്റി ടു പിന്നെ അബ്സോർബ്. നമ്മളിത് വെരി പ്യുവറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പ്യുവറായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ദേ അബ്സോർബ് വാട്ട് എവർ ദേ ഗെറ്റ് ഫ്രം ദ സോയിൽ. ദേ ആർ നോട്ട് ഷോക്ക്ഡ്. അതുകൊണ്ടാണ് ട്രീ ഇതുപോലെ ഗ്രീനും ഇതുപോലെ ബ്യൂട്ടിഫുള്ളും ആയിട്ട് നിൽക്കുന്നത്.